എല്ലാവർക്കും PSC സഹായിലേക്ക് സ്വാഗതം. PSCയുടെ സ്ഥിരം ചോദ്യങ്ങളിൽപ്പെട്ടതാണ് കേരളത്തിലെ തടാകങ്ങളെക്കുറിച്ച്. നമുക്ക് നോക്കാം. കേരളത്തിലെ ആകെ തടാകങ്ങളുടെ എണ്ണം 34. കേരളത്തിലെ ആകെ തടാകങ്ങളുടെ എണ്ണം 34. കേരളത്തിലെ എത്ര തടാകങ്ങൾ കടലുമായി ബന്ധമുണ്ടെന്ന് വെച്ചാൽ 27. കേരളത്തിലെ എത്ര തടാകങ്ങൾക്ക് കടലുമായി ബന്ധമുണ്ട്? 27. ഈ തടാകങ്ങളുടെ എണ്ണം 34 ആണല്ലോ, ആ 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ 7 കിട്ടും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, 27. കേരളത്തിൽ എത്ര ഉൾനാടൻ ജലാശയങ്ങളുണ്ടെന്ന് വെച്ചാൽ 7, അതും 7ആണ്. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ തടാകം ഏതാണ്? വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ തടാകം വേമ്പനാട് കായൽ. വേമ്പനാട് തടാകം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഏതൊക്കെയാണ് വേമ്പനാട് തടാകം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്ന തടാകം വേമ്പനാട് കായൽ. കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്ന തടാകം വേമ്പനാട് കായൽ. വൈക്കം ക്ഷേത്രം ഏത് തടാകത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കായൽ. വൈക്കം ക്ഷേത്രം ഏത് തടാകത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കായൽ. വേമ്പനാട് തടാകം റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002. വേമ്പനാട് തടാകം റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002. കേരളത്തിൻ്റെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തടാകം അഷ്ടമുടി തടാകം. കേരളത്തിൻ്റെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തടാകം അഷ്ടമുടി തടാകം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ തടാകം അഷ്ടമുടി തടാകം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ തടാകം അഷ്ടമുടി തടാകം. ആദ്യത്തേതായിരുന്നു? വേമ്പനാട് തടാകം. മറന്നു പോരുത്. പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നത് അഷ്ടമുടി തടാകത്തിലാണ്. ഇത് ചോദിച്ചതാണ് PSC. പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നത് അഷ്ടമുടി തടാകം. ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1988. പെരുമൺ ട്രെയിൻ ദുരന്തം നടന്ന വർഷം 1988. ഏത് വർഷത്തിലാണ് അഷ്ടമുടി തടാകം റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002. വേമ്പനാട് തടാകവും 2002 റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അഷ്ടമുടി തടാകവും റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 തന്നെയാണ്. തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട തടാകം. തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ഏത് വർഷത്തിലാണ് ശാസ്താംകോട്ട തടാകം റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002. ഓർത്ത് വെച്ചേക്കണം. വേമ്പനാട് തടാകവും അഷ്ടമുടി തടാകവും ശാസ്താംകോട്ട തടാകവും റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002. സമുദ്രനിരപ്പിൽ നിന്നും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകം ഏതാണ്? പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ വയനാട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതെന്നറിയാമോ? മാനഞ്ചിറ തടാകം. ഇത് PSC ചോദിച്ചതാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനഞ്ചിറ തടാകം. ഓർത്ത് വയ്ക്കാൻ. മനുഷ്യനിർമ്മിതല്ലേ, അപ്പം മനുഷ്യൻ, മാനഞ്ചിറ, അത് മാ വരുന്നില്ലയോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനഞ്ചിറ തടാകം. മാനഞ്ചിറ തടാകം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മാനഞ്ചിറ തടാകം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. BM തടാകം ഏത് ജില്ലയിലാണ്? മലപ്പുറം. മലപ്പുറം അല്ലേ, അപ്പം അവിടെ കൂടുതൽ മുസ്ലിങ്ങളായിരിക്കില്ല. BM, BV അങ്ങനെയൊക്കെ ഓർത്താണ്. BM തടാകം ഏത് ജില്ലയിലാണ്? മലപ്പുറം. കുമ്പള തടാകം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കുമ്പള തടാകം, കാ വരുന്നില്ലേ, കുമ്പള, കാസർഗോഡ്. കുമ്പള തടാകം കാസർഗോഡ്. മൂരിയാട് തടാകം ഏത് ജില്ലയാണ്? തൃശ്ശൂർ. ശൂര് അങ്ങനെ ഓർക്കുക. മൂരിയാട് തടാകം തൃശ്ശൂർ. കവ്വായി തടാകം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. കവ്വായി വവ്വാൽ എന്നൊക്കെ, രാത്രിയാകുമ്പോൾ വവ്വാലിന് കണ്ണ് കാണാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഓർത്താൽ മതി. കവ്വായി കണ്ണൂർ. അതും കായാണ് വരുന്നത്. കവ്വായി കണ്ണൂർ. വേറെ എന്താ വെച്ചാൽ കവ്വായി വരുന്നുണ്ട്, അതിന് 3 അക്ഷരവ, കണ്ണൂരിന് 3 അക്ഷരവ, ഇല്ലയോ? അങ്ങനെ ഓർക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. കവ്വായി കണ്ണൂർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.
വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.